മുരുക ഭക്തർക്ക് മാത്രമായി ഒരു രാജ്യം വരുന്നുവെന്ന് സാർ ഇന്നലെ ABC മലയാളത്തിൽ പറഞ്ഞത്, ഇന്നലെ ആ വാർത്ത ഞാൻ കണ്ടായിരുന്നു. പലർക്കും ഉള്ളൊരു സംശയമാണ്, അത് സത്യമാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാജ്യം വരുന്നുണ്ടോ? സത്യമല്ലാത്ത വാർത്തകളൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ ABC മലയാളത്തിലും പിന്നെ മീഡിയ മലയാളത്തിൽ തന്നെ പറയുന്നത് എല്ലാം സത്യമാണ്. ഇന്നലെ പറഞ്ഞത് ചില ആൾക്ക് സംശയമുണ്ട്. ധന്യയുടെ ചോദ്യത്തിൻ്റെ കുഴപ്പമുണ്ട്. മുരുക ഭക്തർക്ക് വേണ്ടി മാത്രമല്ല, മുരുകനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർ മാത്രമുള്ള ഒരു പ്രദേശമുണ്ട് ഭൂമിയിൽ. അതുകൊണ്ട് അവർക്കൊരു രാജ്യമായി നിൽക്കണം. കാരണം അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയാണ്. അതിലേക്ക് വരാം. ലെമൂറിയ എന്ന് കേട്ടിട്ടുണ്ടോ? ലെമൂറിയ എന്ന് കേൾക്കണം. ലെമൂറിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ശാസ്ത്രീയത ഒരു ഇല്യൂമിനാറ്റി പോലൊക്കെ തോന്നും. ലെമൂറിയ എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമായിരുന്നു. 7 ഭൂഖണ്ഡങ്ങൾ അറിയാമല്ലോ നമുക്ക്. 7 ഭൂഖണ്ഡങ്ങളുടെ പേരിൽ ലെമൂറിയ ഇല്ല. ലെമൂറിയ എന്ന് പറയുന്നത് പടിഞ്ഞാറ് മഡഗാസ്കർ മുതൽ കിഴക്ക് ഓസ്ട്രേലിയ വരെയും ഇന്ത്യയുമായും ബന്ധപ്പെട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരുന്ന ഒരു വൻകരയായിരുന്നു. പിന്നീട് ഈ വൻകര കടലടിയിലേക്ക് താഴ്ന്നുപോയി. അപ്പോൾ ഭൂമിക്കടിയിൽ മണ്ണിൻ്റെ പാളികൾ പല പ്ലേറ്റുകളായിട്ടാണുള്ളത്. ഈ പ്ലേറ്റുകൾ ചലിക്കും, ഒരടരുകൾ. ഭൂമിയുടെ ഘടന അങ്ങനെയാണ്. ഭൂമിയുടെ ഒരു ഛേദിച്ച ഭൂമിയുടെ ചിത്രം ഭൂമിശാസ്ത്രപരമായി എടുത്തു നോക്കിയാൽ പല അടരുകളായിട്ടാണ് ഭൂമിയുടെ ഘടന പോയിരിക്കുന്നത്. അങ്ങനെ ഈ ഏറ്റവും അടിയിലുള്ള പ്ലേറ്റ്, അതിന് പ്ലേറ്റ് എന്താ പറയുക, ഒരു പാളിക്ക് ഒരു പ്ലേറ്റ് എന്ന് പറയും. ഈ പ്ലേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഏറ്റവും അടിയിലുള്ള അടിത്തറ മാറുമ്പോൾ മുകളിൽ ചില ചലനം ഉണ്ടാവും. ഇങ്ങനെ പ്ലേറ്റുകൾ മാറുന്നതിന് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് പറയുന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ഭാഗമായിട്ട് വൻകരകൾക്ക് മാറ്റം ഉണ്ടാകും. ഹിമാലയം എല്ലാ വർഷവും ഏതാനും സെൻറ്റിമീറ്ററുകൾ ചലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹിമാലയത്തിന് കൈയും കാലും ചക്രമൊന്നുമില്ല. എങ്ങനെയാണ് ഹിമാലയം ഉറച്ചു നിൽക്കുന്ന പ്ലേറ്റ്, ആ പ്ലേറ്റ് നീങ്ങുന്നതുകൊണ്ട് ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പണ്ട് ഈ ലെമൂറിയയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയാം, പണ്ട് ഭൂമി ഉണ്ടായ കാലത്ത്, ഭൂമിയിൽ ജലമൊക്കെ ഉണ്ടായ കാലത്ത് ഒരു വൻകരയും ഒരു കടലുമാണ് ഉണ്ടായിരുന്നത്. ടെതിസ് എന്ന് പറഞ്ഞൊരു കടലാണ് ഉണ്ടായിരുന്നത്. ഒറ്റ കടലേ ഉണ്ടായിരുന്നുള്ളൂ. പാഞ്ചേയ എന്നും പറയും. പാഞ്ചിയ അല്ലെങ്കിൽ പാഞ്ചേയ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം. പിന്നീട് എന്ത് സംഭവിച്ചു? കാലങ്ങളോളം ഉണ്ടായ ഈ ഭൂമിയുടെ അടിയിലുള്ള പ്രതലങ്ങൾ, പ്ലേറ്റുകളുടെ ചലനത്തിൻ്റെ ഭാഗമായി ഇത് വിട്ട് പോയി. എന്നിട്ട് ഇതൊക്കെ അകന്നകന്ന് പോയിട്ടാണ് ഇന്ന് കാണുന്ന പല ഭൂഖണ്ഡങ്ങളും പല രാജ്യങ്ങളുമായിട്ട് മാറിയതെന്ന് പറയപ്പെടുന്നു. ഈ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടി ഭൂശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, നമ്മൾ അറ്റ്ലസ് ഒക്കെ ഉണ്ടല്ലോ, അറ്റ്ലസ് മാപ്പിൻ്റെ ബുക്കാണ്. ഇതെടുക്കുക, എന്നിട്ട് നമ്മൾ ഈ പടങ്ങളൊക്കെ കീറി വെച്ച പടങ്ങൾ കൂട്ടിച്ചേർക്കുമല്ലോ എന്ന് പറയുന്ന പോലെ നമ്മൾ എടുത്താൽ ഭൂമിയുടെ ഈ ഓരോ ഭൂമിയിലെ രാജ്യങ്ങളും വെട്ടിയെടുത്തിട്ട് ചേർത്ത് വെച്ചാൽ എല്ലാം ചേർന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇതെല്ലാം ഒന്നായിരുന്നു. പിന്നീട് അകന്നു പോയതാണ്. ചില ഭാഗം കൂർത്ത് അങ്ങോട്ട് തള്ളിയിരിക്കും. ആ കൂർത്തിരിക്കുന്ന ഭാഗം വേറെ ഒരു സ്ഥലത്ത് കയറും, ഒരടര് വേറെടുത്ത് ഫിറ്റാവും. ഇങ്ങനെ അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ രാജ്യങ്ങളെല്ലാം തമ്മിൽ ചേർത്ത് വെക്കാൻ പറ്റും. ഇത് ശാസ്ത്രമാണ്. ശാസ്ത്രീയമായി ഇങ്ങനെ തെളിയിക്കപ്പെടും. പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ഭാഗമായി ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നതും ഒരു കടലുണ്ടായിരുന്നതും പലതായിട്ട് മാറി. ഒരു ഒറ്റ ഭൂഖണ്ഡമായിരുന്ന പാഞ്ചിയ പലതായി ചിന്നിച്ചിതറി അടർന്നു മാറിയപ്പോൾ അതിനെ ചുറ്റിയുള്ള കടലുകൾ വേറെ ആയിട്ട് മാറി. ടെതിസ് കടലിനെ പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രമെന്നും അറബിക്കടലെന്നും പസഫിക് സമുദ്രമെന്നും അറ്റ്ലാന്റിക് എന്നും ആർട്ടിക് എന്നും ഒക്കെ പേര് വിളിക്കാൻ തുടങ്ങി. കാരണം ഓരോ ഭൂഖണ്ഡത്തെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വൻകരയുടെ സ്വാധീനം അനുസരിച്ചാണ് ഇങ്ങനെ പേരുകൾ ഉണ്ടായത്. ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഭൂഖണ്ഡമായിരുന്നു ഇന്ത്യയോട് ചേർന്ന് മഡഗാസ്കർ മുതൽ ഓസ്ട്രേലിയ വരെ ഉണ്ടായിരുന്ന ഭൂഖണ്ഡം. ഈ ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് ലെമൂറിയ. ഈ ഭൂഖണ്ഡത്തെക്കുറിച്ച് 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും ഒക്കെ ഇന്ത്യയിൽ എഴുതിയിരുന്ന ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്കൃതം, തമിഴ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. തമിഴ് ഗ്രന്ഥങ്ങളിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ വിശാലമായ രാജ്യം, അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന പോലെ ഈ അഖണ്ഡമായ ഈ ഭൂപ്രദേശം മഡഗാസ്കർ മുതൽ ഓസ്ട്രേലിയ വരെ പിന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടന്നു. അതിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. കാരണം മഡഗാസ്കറിലും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുടെ ജനിതക ഘടന പരിശോധിച്ചാൽ തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ തമിഴ് സംഘകാല കൃതികളിൽ, സംസ്കൃത കൃതികളിൽ പറയുന്ന ലെമൂറിയ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പ്രാദേശികമായ പേരെന്താണെന്നറിയാമോ? കുമരീഖണ്ഡം. ചിലർ കുമാരീകാണ്ഡം എന്ന് പറയും. കുമരീഖണ്ഡമാണ് ശരി.
കുമരി ഖണ്ഡം എന്ന് പറയുന്നത് ഈ പറയുന്ന ലെമൂറിയ ഭൂഖണ്ഡമായിരുന്നു. ഇത് കടലിനടിയിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിനടിയിൽ താഴ്ന്നു പോയ, ദ്വാരക താഴ്ന്നു പോയില്ലേ എന്ന് പറയുന്ന പോലെ താഴ്ന്നു പോയ പാണ്ഡ്യനാടിൻ്റെ ഭാഗമായിരുന്നു കുമാരിഖണ്ഡം. ഈ കുമരിഖണ്ഡത്തിൽ പണ്ട് ഭരണം നടത്തിയിരുന്നത് മഹാദേവനായ ശിവന്റെ പുത്രനായ കാർത്തികേയനാണ്, സുബ്രഹ്മണ്യനാണ്, മുരുകനാണ്, സ്കന്ദനാണ്, വേലായുധനാണ്. അത് ആളുകൾ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇലൂമിനാറ്റി പോലെയുള്ള ഒരു സംഭവമാണ് കുമരിഖണ്ഡം. കുമരിഖണ്ഡം കടലിനടിയിലുണ്ട്. അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ ഏലിയൻസ് ആയിരുന്നു എന്നും പറയുന്നു. അവർക്ക് അസാമാന്യമായ കഴിവുകളുണ്ടായിരുന്നു. അസാമാന്യ കഴിവുകളുണ്ടായിരുന്ന അവരുടെ നേതാവായിരുന്നു ഭൂമിയിൽ ജാതനല്ലാതെ ഭൂമിയിൽ വന്ന് ജീവിച്ച് തമിഴ്നാടിനെ തമിഴ് വംശത്തിൻ്റെ പ്രതീകമായി മാറിയ ദേവസേനാധിപതിയാണ് മുരുകൻ എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പുരാണവും ശാസ്ത്രവും ഭൂമിശാസ്ത്രവും എല്ലാം ചേർത്ത് പറഞ്ഞതാണ്. അതാണ് ലെമൂറിയാണ് കുമരിഖണ്ഡം. കുമരിഖണ്ഡം കടലിനടിയിലാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, മുരുക വിശ്വാസികൾ പറയുന്നുണ്ട്, മുരുകൻ്റെ 6 പടവീടുകൾ എന്ന് വെച്ചാൽ 6 പടകുടീരങ്ങൾ എന്ന് വെച്ചാൽ മുരുകൻ്റെ 6 ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ കാണുന്ന 6 ക്ഷേത്രങ്ങളാണ്. മുരുകൻ ദേവസേനാധിപതിയായിരുന്ന മുരുകൻ്റെ 6 പടവീടുകൾ തമിഴ്നാട്ടിലെ 6 പ്രതീകാത്മക ക്ഷേത്രങ്ങളാണ്. പക്ഷേ ഒരു ചെറിയ തമിഴ് സംസ്ഥാനത്ത് മാത്രമല്ല മുരുകനുള്ളത്. മുരുകൻ്റെ വിശ്വാസികൾ ആഫ്രിക്കയിലെ മുരുകനെ ആരാധിക്കുന്നവരുണ്ട്, നേപ്പാളിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്. ലോകം മുഴുവൻ മുരുക ഭക്തരുണ്ട്. ഈ പറയുന്ന പോലെ അതുപോലെ മുരുക ഭക്തർ എവിടെയുണ്ടെന്നറിയാമോ? സിറിയയിലുണ്ട്, യമനിലുണ്ട്, ഇറാഖിലുണ്ട്, തുർക്കിയിലുണ്ട്. പക്ഷെ അവരെ വിളിക്കുന്നത് വേറൊരു പേരിലാണ്, യസീദികൾ എന്ന പേരിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് യസീദികൾ. ഇസ്ലാമിക ഭീകരർ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് യസീദികളാണ്. കാരണം അവർക്കൊരു ദേവനുണ്ട്. അവരുടെ ദേവൻ സഞ്ചരിക്കുന്നത് മയിലിൻ്റെ പുറത്താണ്. അവർ വിശ്വസിക്കുന്ന ആ ദേവൻ്റെ പേര് മൈലക് താവൂസ് എന്നാണ്. നമ്മുടെ നാട്ടിൽ മയിലിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ആരാ? മുരുകനാണ്. അവിടെ മൈലക് താവൂസ് എന്ന് അവർ വിശ്വസിക്കുന്ന ദേവൻ സഞ്ചരിക്കുന്നത് മയിലിൻ്റെ പുറത്താണ്. ഈ അടുത്തിടെ നമ്മുടെ ആത്മീയാചാര്യനായ ശ്രീ രവിശങ്കർ ഇറാഖ് സന്ദർശിച്ചു. ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഭരിച്ചിരുന്ന കാലത്ത് യസീദികൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവരെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കുക. എൻ്റെ ലോകത്തെമ്പാടും കൊണ്ട് 5 ലക്ഷം പേരേ ഉള്ളൂ. അവർ മുരുകനെ വിശ്വസിക്കുന്നവരാണ്. ഹിന്ദുക്കളല്ല. ഇസ്ലാം രാജ്യത്ത് ഇസ്ലാം പേരുകളൊക്കെ സ്വീകരിച്ച് കഴിയുന്നവർ. പക്ഷേ അവർ മുരുകനെ ആരാധിക്കുന്നു എന്ന പേരിൽ 2014 മുതൽ ഇസ്ലാമിക ഭീകരരായ IS ഇവരെ കൂട്ടക്കൊല ചെയ്യുകയാണ്. അങ്ങനെ ഇവരെ കൂട്ടക്കൊല ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആണുങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ട് ജീവനോടെ കൊന്നു കുഴിച്ചു മൂടും. ആയിരക്കണക്കിന് കുഴിമാടങ്ങളാണ് കണ്ടെത്തിയത്. എന്നിട്ട് സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളായിട്ട് വിൽക്കും. അങ്ങനെ ഇവരുടെ ആക്രമണം ഉണ്ടായിട്ട് ഇവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ നാദിയ മുറാദ് എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇവരുടെ തടവിലായിരുന്നു. ദീർഘകാലം തടവിലായിട്ട് ISനെ തകർത്ത് ഇറാഖിൽ നിന്ന് ഐക്യരാഷ്ട്ര സേന ഇവരെ മോചിപ്പിച്ചു. ഈ നാദിയ മുറാദ് വന്നിട്ട് UN വന്നിട്ട് ഐക്യരാഷ്ട്രസഭയിൽ വന്നിട്ട് ഇവരോട് ഇസ്ലാമിക ഭീകരന്മാർ ചെയ്ത ചെയ്തികൾ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു, എങ്ങനെയൊക്കെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു പുസ്തകം എഴുതി. ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന ഈ പുസ്തകം ലോകത്തിലെ എല്ലാ ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൊസൂൾ എന്ന് പറയുന്ന ഈ ഇറാഖിലെ പട്ടണം വീണതിന് ISകാർ പിടിച്ചതിന് ശേഷമാണ് യസീദികൾക്ക് നേരെയുള്ള ആക്രമണം ആരംഭിച്ചത്. അതിന് പറഞ്ഞത് മയിലിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ ഇവർ ആരാധിക്കുന്നത്. ഈ ദൈവം സാത്താനാണ്. സാത്താൻ്റെ ആരാധകരായതുകൊണ്ട് ഇവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനാണ് അടുത്തൊരു തലമുറ ഉണ്ടാവാതിരിക്കാൻ. സ്ത്രീകളെ കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നത് ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല. കാരണം യസീദികളും തമ്മിലുള്ള ബന്ധത്തിലാണ് പുതിയ യസീദി ഉണ്ടാകത്തുള്ളൂ. അതേസമയം അവർ റേപ്പ് ചെയ്തിട്ട് വേറെ കുട്ടികളുണ്ടായാൽ യസീദി ആ വംശം ഇല്ലാണ്ടായി പോകും. നമ്മുടെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ പ്രവർത്തിച്ച 8 വീട്ടിൽ പിള്ളമാരെ കീഴടക്കിയതിന് ശേഷം 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിലെ സ്ത്രീകളെ മുഴുവൻ എന്ത് ചെയ്തറിയോ? തുറയിൽ കൊണ്ട് അരയന്മാർക്ക് കൊടുത്തു. കാരണം ഇനി ഈ 8 വീട്ടിൽ പിള്ളമാരുടെ സന്തതി പരമ്പര ഉണ്ടാവില്ല. അവർ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലേക്ക് അവരെ കൊടുത്തു. പിന്നെ ഉണ്ടാവുന്നത് ക്രോസാണ്. ഇത് കേരളത്തിൽ ലോകത്തെമ്പാടും യുദ്ധത്തിൽ ജയിക്കുന്നവർ തോൽക്കുന്നവരോട് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഇവരുടെ ഈ നാദിയ മുറാദ് പറയുന്നുണ്ട്, അവരുടെ കൊച്ചോ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഒരു ദിവസം വൈകുന്നേരം IS ഭീകരരുടെ വാഹനങ്ങൾ വന്നു. ആണുങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നു, കുഴിച്ചു മൂടി, പെണ്ണുങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി.
ആയിരക്കണക്കിന് സ്ത്രീകളെ ഇനി കിട്ടാനുണ്ട്. ഇങ്ങനെ വന്നപ്പോൾ ഇവരെല്ലാം കൂടെ സിൻജാർ മലനിരകളിലേക്ക് പതിനായിരക്കണക്കിന് യസീദികൾ ഓടി രക്ഷപ്പെട്ടു. സിറിയയുടെയും ഇറാഖിൻ്റെയും യമൻ്റെയും തുർക്കിയുടെയൊക്കെ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന യസീദികൾ മുഴുവൻ ജീവൻ കിട്ടാൻ വേണ്ടി ഓടിപ്പോയി. ഇനി മറ്റൊരു പെൺകുട്ടിയുടെ കഥ കൂടെ പറയണം. ഫൗസിയ അമീൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടി ഒരുപാട് കാലം IS ഭീകരരുടെ തടവിലാണ്, യസീദിയാണ്. അപ്പോൾ ഇവരെ പിടികൂടി മോചിപ്പിച്ചതിന് ശേഷം ഇവരുടെ കഥ BBC പറഞ്ഞു. BBC പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾക്കെല്ലാം ഭക്ഷണം തന്നു. അന്ന് ഇറച്ചിക്കറി കൂട്ടിയാണ് ചോറ് തന്നത്. ഞങ്ങളത് കഴിച്ചപ്പോൾ വല്ലാത്ത എന്തിൻ്റെ ഇറച്ചിയാണ്, എന്തോ വൃത്തികെട്ട ഏതോ ജീവിയുടെ ഇറച്ചിയാണ് ഞങ്ങൾക്ക് തന്നിട്ട്. ഞങ്ങൾ കുറച്ച് പേര് കഴിച്ചവർ ഛർദ്ദിച്ചു, എല്ലാം കിടന്നു. അത് കഴിഞ്ഞപ്പം ഈ ഭീകരർ വന്നിട്ട് ചിരിച്ചിട്ട് നിങ്ങളുടെ ഉച്ചക്കത്തെ ഊണൊക്കെ ഭക്ഷണം അങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിരുന്നില്ലേ, നിങ്ങൾക്കിന്നൊരു സ്പെഷ്യൽ മാംസമാണ് തന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശവശരീരം കറി വെച്ച് തന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടികളുടെ ശിരസ് വെട്ടിയ ചിത്രങ്ങൾ കാണിച്ചു. എന്നിട്ട് ഫൗസിയ അമീൻ പറഞ്ഞു, അതിൽ ഒരു സ്ത്രീ വാവിട്ട് കഴിഞ്ഞു. ആ വെട്ടി അരിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കൈ അവളുടെ കുഞ്ഞിൻ്റെ ആയിരുന്നു. കൈ കണ്ട് തിരിച്ചു. അങ്ങനെയാണ് യസീദികളെ ഇവർ പീഡിപ്പിക്കുന്നത്. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഫൗസിയ അമീനും യസീദി പെൺകുട്ടികളും അനുഭവിച്ച് യാതന എന്ന് ആലോചിക്കും. അങ്ങനെ ഇവരാകെ ഒറ്റപ്പെട്ട്, നമ്മൾ ജൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ജൂതന്മാരെ മുഴുവൻ വേട്ടയാടി അവർക്ക് രാജ്യമില്ലാതെ കൂടി. പക്ഷേ അവരുടെ പിന്നിൽ വലിയ ശക്തികൾ, അമേരിക്ക ഉണ്ട് അവരുടെ കൂടെ, യസീദികളുടെ കൂടെ ആരുമില്ല. അവരിപ്പോൾ സിൻജോർ മലനിരകളിൽ കഴിയുന്നു. ലോകത്ത് പല രാജ്യങ്ങളുണ്ട്. ഇറാഖിലുണ്ട്, ജർമ്മനിയിലുണ്ട്, സിറിയയിലുണ്ട്, തുർക്കിയിലുണ്ട്, റഷ്യയിലുണ്ട്, അർമേനിയയിലുണ്ട്, ജോർജിയയിലുണ്ട്. പലയിടത്തായി അവർ ചിതറിപ്പോയി. ജൂതന്മാർ പോയ പോലെ അല്ലേ, ജൂതന്മാരെ വന്നിട്ട് സ്വീകരിച്ച ഏകരാജ്യം ഇന്ത്യയാണ്. അതുപോലെ മുരുകനെ ആരാധിക്കുന്നു എന്നതിൻ്റെ പേരിൽ അവരെ ആട്ടിപ്പായിച്ചു. അവർ ലോകത്ത് പലയിടത്തായിട്ട് കഴിയുക, ഈ സിൻജോർ മലനിരകളൊക്കെ കഴിയുക. അപ്പോൾ അവരുടെ നേതാവ് ഹാജി ഇസ്മയിൽ ഈയിടെ വാഷിങ്ടണിലുള്ള മുരുകക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ നടന്നിരുന്നു. പിന്നെ മിർജ ഇസ്മയിൽ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, അയാളുടെ വീഡിയോ വന്നിട്ടുണ്ട്. അയാൾ യസീദികളുടെ കോൺഫറൻസ് പറയും, നമസ്കാർ പറഞ്ഞിട്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളൊരു ജനതയാണ്, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞങ്ങൾക്കൊരു രാജ്യം വേണം, ഞങ്ങൾ കാർത്തികേയനിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾക്ക് കാർത്തിക്സ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യം വേണമെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, കിർഗിസ്ഥാനുണ്ട് എന്നൊക്കെ പറയും. കാർത്തികേയൻ്റെ സ്ഥാനം എന്ന് പറയുന്ന ഒരു രാജ്യം ഞങ്ങൾക്ക് വേണമെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ശ്രീ രവിശങ്കർ, ഇവരുടെ ഒരു വലിയ ക്ഷേത്രമുണ്ട് ഇറാഖിൽ, ലാലിഷ് ടെമ്പിൾ എന്ന് പറയും. ലാലിഷ് ടെമ്പിളിലേക്ക് രവിശങ്കർജി പോയി. രവിശങ്കർ പോയപ്പോൾ കാണുന്ന കാഴ്ച, അവിടുത്തെ ഒരു ഭിത്തിയിലൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ചിത്രം. സ്ത്രീ ധരിച്ചിരിക്കുന്നത്, ഇത് ഇറാഖിലാണെന്ന് പറയാം, സാരിയാണ്. എന്നിട്ട് അവരുടെ മുന്നിൽ ഒരു നിലവിളക്ക്, അതിൻ്റെ മകുടത്തിൽ മുകളിൽ, നിലവിളക്കിൻ്റെ മുകളിൽ മയിലിൻ്റെ രൂപമുള്ള ഒരു നിലവിളക്ക് കൊളുത്തി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കണ്ടു. ശ്രീ രവിശങ്കർ അത്ഭുതപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ ക്ഷേത്രത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ വേഷവും നിലവിളക്കം, മുരുകൻ്റെ ലാലിഷ് ടെമ്പിൾ, ഇന്ത്യ നമ്മുടെ ക്ഷേത്രം പോലെയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ നിസ്സഹായരായി, ആരും സഹായിക്കാനില്ലാത്തൊരു ജനം ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, കുഞ്ഞുങ്ങളെ കറി വെച്ച് തിന്നു. ഇത് 2014 മുതലാണ് ഇവർക്ക് 10 വർഷം മുമ്പ് ആയിട്ടുള്ളൂ യസീദി വേട്ട ആരംഭിച്ചിട്ട്. യസീദികളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങൾ ഈ മലനിരകളിലുമൊക്കെ കഴിഞ്ഞ് കുറേ പേര് വിദേശത്തൊക്കെ പോയി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള 1,00,000-ഓളം പേരുകൾ ഇപ്പോഴും ഈ സിൻജാർ മലനിരകളിൽ ടെൻ്റൊക്കെ കഴിയുകയാണ്. അവർക്ക് ഒരു രാജ്യം വേണമെന്ന് അവർ പറയുന്നു. അവരെ ആര് കേൾക്കും? കാരണം അവർ ഈ പറയുന്ന പോലെ അവർക്ക് വലിയ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിലെ പ്രബല ശക്തിയാണ് അല്ലേ, ക്രിസ്ത്യാനിറ്റിയും പ്രബല ശക്തിയാണ്. അവർക്കൊക്കെ വലിയ സഹായിക്കാൻ ആളുകളുണ്ട്. യസീദികളെ സഹായിക്കാൻ ആരുണ്ട്? അവർ മുസ്ലിം പേര് സ്വീകരിച്ച് കഴിയുന്ന ഹിന്ദു ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരാണ്. വലിയ സുന്ദരന്മാരും സുന്ദരികളാണ്. വീഡിയോ നമുക്ക് ഫോട്ടോ കാണിക്കാം. അവർക്കാരുമില്ല. അവർക്ക് ഉണ്ടാവേണ്ടത് ശരിക്കും ഇന്ത്യയാണ്. ഇന്ത്യ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് അറിയില്ല. പക്ഷേ 2014 എന്നുള്ള വർഷം വളരെ ശ്രദ്ധിക്കണം. 2014 യസീദികൾക്ക് നേരെ ഈ വേട്ട ആരംഭിച്ചത്. 2014 മുതൽ ലോകത്ത് മുരുകയുഗം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് ലയൺ മയൂര റോയൽ കിങ്ഡത്തിൻ്റെ ക്യാപ്റ്റനായ രജിത് കുമാർ ഇവിടെ വന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലും അദ്ദേഹം ഇവിടെ ഇരുന്ന് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്.
ട്രംപ് ജയിക്കുമെന്നും ഡീപ് സ്റ്റേറ്റ് തകരുമെന്നും ഡോളറിന് പ്രതിസന്ധി ഉണ്ടാവുമെന്നൊക്കെ അദ്ദേഹത്തിന് മുരുക ഭഗവാനിൽ നിന്ന് കിട്ടിയ സന്ദേശങ്ങളായി കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ സ്റ്റുഡിയോയിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 2014 എന്താരംഭിച്ചു? മുരുകയുഗം ആരംഭിച്ചു. 2014 മുരുകനെ ജീവാത്മാവും പ്രാണനുമായി കരുതുന്ന യസീദികൾക്ക് നേരെയുള്ള വേട്ട ആരംഭിച്ചത്? IS ഭീകരർ ആരംഭിച്ചത്. മുരുകയുഗം തുടങ്ങിയപ്പോൾ മുരുകൻ്റെ ജനത്തെ വേട്ടയാടാൻ തുടങ്ങി. പക്ഷേ മുരുകൻ്റെ യുഗം തുടങ്ങിയിരിക്കില്ല. അവർക്ക് ഈ സഹനത്തിന് ഇസ്രായേലികൾക്ക് ജൂതന്മാർക്കും അങ്ങനെയായിരുന്നു, വലിയ തിരിച്ചടിയായിരുന്നു. അവിടെ നിന്നാണ് അവർ ഉയർത്തെഴുന്നേറ്റ് പ്രബല ശക്തി. ഒരു കൊച്ചു രാജ്യം, കേരളത്തിൻ്റെ അത്രയും പോലും ഇല്ലാത്ത രാജ്യം, ലോകത്തെ കിട്ടുകിട്ട് ആരെയും അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള രാജ്യമായി ഇസ്രായേൽ മാറി. അപ്പോൾ ഭഗവാൻ മുരുകൻ്റെ ഈ ജനങ്ങളെ മുരുകൻ കൈവിടാതെ കാത്തുരക്ഷിക്കും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ കാർത്തിക്സ്ഥാനെ കുറിച്ച് ധന്യ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. കാർത്തിക്സ്ഥാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ ആഗ്രഹിക്കുന്നു, ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഭഗവാൻ കാർത്തികേയൻ തീരുമാനിക്കട്ടെ.